ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാകണം. മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തു. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കാതോലിക്ക ബാവയുടെ ആഹ്വാനം. മോസിനാസു ചേരുന്നു. മോസിന, സഭാ തർക്കം നിലനിൽക്കുമ്പോഴാണ് സഭാധ്യക്ഷന്റെ ഒരു പ്രതികരണം ഇത്തരത്തിൽ വരുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ധന്യ ഏറെ നിർണായകമായ കാര്യമാണ്. അതായത് നമുക്കറിയാം, നാളുകളായി ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുകയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ തർക്കത്തിലുള്ള 6 പള്ളികൾ എത്രയും വേഗം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന കർശന നിർദ്ദേശമടക്കം നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാകണമെന്നാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കാതോലിക്ക ബാവ ഇക്കാര്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആർക്കും വരാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. മോസിന തുടരുന്നുണ്ട്. മോസിന, ഈ സുപ്രീം കോടതിയുടെ വരെ നിർദ്ദേശം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതെങ്ങനെ വിശ്വാസികൾ എടുക്കുന്നു എന്നതും കൂടി പ്രധാനപ്പെട്ടതാണ്. ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി 6 പള്ളികൾ, തർക്കത്തിലിരിക്കുന്ന 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് എത്രയും വേഗത്തിൽ തന്നെ കൈമാറണം. അതുപോലെ തന്നെ ഈ നിലവിൽ കോടതി ലക്ഷ്യമില്ലാത്ത രീതിയിൽ, അതായത് സർക്കാരോ അതുപോലെ തന്നെ പോലീസോ ഒന്നും തന്നെ ഇടപെടേണ്ട കാര്യമില്ല. എന്താണോ സുപ്രീം കോടതി പറഞ്ഞ ആ വിധി നടപ്പിലാക്കുക എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഒരു ആഹ്വാനം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഓർത്തഡോക്സ് സഭയുടെ ഇത്തരത്തിലുള്ള ഒരു അനുനയ നീക്കങ്ങൾ ഏത് രീതി, ധന്യ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലാണ് ഇനി യാക്കോബായ സഭ നേതൃത്വം ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ അത്തരത്തിലൊരു ചർച്ചകൾക്കും മറ്റും ഇനി ഇങ്ങനെയാണ് അവരുടെ നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധേയമായ നിർണായകമായ കാര്യങ്ങൾ. എന്താണെങ്കിലും പള്ളി തർക്കത്തിലടക്കം സമവായ സാധ്യത തുറന്നിടുന്ന ഒരു സമീപനം ആണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ സ്വീകരിക്കാനുള്ള സാധ്യത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണം എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവിന് ശേഷമാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇത്തരത്തിൽ പ്രസംഗിച്ചിരിക്കുന്നത്. മോസിനാസുവാണ് വിശദാംശങ്ങൾ നൽകിയത്.